ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ് ആൻസേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ടു ഇറ്റ്സ് സർഫസ് വിൽ ദ മാസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ചേഞ്ച്? ജസ്റ്റിഫൈ ദി ആൻസർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഒരു വസ്തുവിനെ അതിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസിനും ഭാരത്തിനും എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന്. നിങ്ങൾക്ക് മാസും വെയിറ്റും തമ്മിലുള്ള പ്രത്യേകത അറിയാലോ. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവിനെ പറയുന്നതാണ് മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിൽ നോക്കാം. മാസ് വിൽ നോട്ട് ചേഞ്ച്. അപ്പോൾ മാസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ മാസ് എന്താണെന്ന്. വെയിറ്റ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വാല്യൂ ഓഫ് ജി. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ജിയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. At the center of the earth, weight is 0 and it gradually increases as it lifted to the surface of the earth. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ഭൂമിയുടെ സെൻറ്ററിലായിരിക്കുന്ന സമയത്ത് 0 ആയിരിക്കും. അതായത് അവിടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റും 0 ആയിരിക്കും. പിന്നെ അവിടെ നിന്നും സെൻറ്ററിൽ നിന്നും മുകളിലേക്ക് ഉയർത്തുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വെയിറ്റിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. The value of G is maximum at the poles, so weight is maximum. അപ്പോൾ ജിയുടെ വാല്യൂ പോളിലേക്ക് വരുമ്പോൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റും കൂടുതലായിരിക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് ജി ഈസ് മിനിമം അറ്റ് ദ ഇക്വേറ്റർ, സോ വെയിറ്റ് ഈസ് മിനിമം. ഇക്വേറ്ററിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ കുറയും. അതിനനുസരിച്ചിട്ട് ആ വസ്തുവിൻ്റെ വെയിറ്റ് കുറഞ്ഞു വരും. ഫിഗർ വെച്ചിട്ട് ഒന്നുകൂടിയും പറയാം. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഭൂമി ആ വസ്തുവിനെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് പറയുന്നത് വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അതായത് W=mg ആണ്. O എന്ന് പറയുന്ന സെൻറ്ററിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് W=mgയിൽ ജി 0 ആകുമ്പോൾ എന്തായിരിക്കും? വെയിറ്റ് അവിടെ 0 ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് ഒരു വസ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ആകർഷണം അവിടെ നിന്ന് കുറവായിരിക്കും അല്ലേ? കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആകർഷണം അവിടെ കുറവായിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? കുറവായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും പോളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ഭൂമിയുടെ ആകർഷണം അവിടെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പക്ഷേ മാസ് എന്ന് പറയുന്നത് എവിടെ കൊണ്ടെന്ന് വെച്ചാലും സെയിം ആയിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് ഡിറ്റർമിൻഡ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ്. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ടിട്ട് അതിൻ്റെ വെയിറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. If the object and the spring balance are dropped down together, what will be the weight of the object while falling down? അതിനുശേഷം വസ്തുവും സ്പ്രിംഗ് ബാലൻസും ഒരുമിച്ച് താഴേക്ക് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവസരത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. While falling down, the weight of the object is 0 because the weight is the gravitational force of attraction. While falling, the gravitational force is used to provide acceleration to the object. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ആ ഒരു ആകർഷണ ബലമാണെന്ന് പറഞ്ഞു നേരത്തെ ഞാൻ. ഈ അവസരത്തിൽ ഒരു വസ്തു താഴേക്ക് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മുഴുവനും ആ ഒരു വസ്തുവിന് ആക്സലറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വസ്തുവിൻ്റെ ഭാരം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആണെന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിൽ ദർ ബി എ ചേഞ്ച് ഇൻ ദ മാസ് ആൻഡ് വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബ്രോട്ട് ടു ദ മൂൺ ഫ്രം ദി എർത്ത്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മാസിനും വെയിറ്റിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ? കാരണം എന്താണെന്ന്.
ആൻസർ നോക്കാം. മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് സെയിം അറ്റ് ദ മൂൺ ആൻഡ് അറ്റ് ദ എർത്ത്. ഇപ്പോൾ ഭൂമിയിലായാലും ചന്ദ്രനിലായാലും ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ബട്ട് വെയിറ്റ് ചേഞ്ചസ്. ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ വെയിറ്റ് ഡിക്രീസസ് ബൈ 1/6 ദാറ്റ് ഓഫ് ദ എർത്ത് ബിക്കോസ് അറ്റ് മൂൺ ജി ഈസ് 1/6 ദാറ്റ് ഓഫ് ദി എർത്ത്. അപ്പോൾ ഒരു വസ്തു എവിടെയായിരുന്നാലും അതിൻ്റെ മാസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ വെയിറ്റിൽ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഭൂമിയിൽ ഇപ്പോൾ ഒരു 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ചന്ദ്രനിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാരം എന്ന് പറയുന്നത് 10 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ. അതായത് ഭൂമിയിലെ ഭാരത്തിൻ്റെ 1/6 ഭാഗം ഭാരം മാത്രമേ ചന്ദ്രനിൽ ഉണ്ടാവുള്ളൂ. ജിയുടെ വാല്യൂവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഭൂമിയിലെ ജിയുടെ വാല്യൂവിൻ്റെ 1/6 ഭാഗം മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ. An object is allowed to fall from the top of a tower of height 100 meter. At the same time, another object is thrown vertically up with a velocity 25 meter per second in order to collide with the object falling down. A പറഞ്ഞിരിക്കുന്നു calculate the time taken by them to collide. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 100 മീറ്റർ ഉയരമുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് താഴേക്ക് വിടാൻ അനുവദിച്ചു. അതേസമയം തന്നെ മറ്റൊരു വസ്തുവിനെ ഈ ഒരു വസ്തുവുമായിട്ട് കൂട്ടിമുട്ടത്തക്ക രീതിയിൽ ഒരു 25 മീറ്റർ വെലോസിറ്റിയിൽ നേരെ മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവ രണ്ടും എത്ര സമയത്തിന് ശേഷം കൂട്ടിമുട്ടുന്നു? അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഇനി നമ്മൾ ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അത്രയും വെലോസിറ്റിയിലാണ് ആ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുന്നത്. അപ്പോൾ അതിൻ്റെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ മൈനസ് സൈൻ വന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ടാണ് വസ്തു ചലിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് അവിടെ ജിയുടെ വാല്യൂ മൈനസ് വന്നേക്കുന്നത്. ഇനി വസ്തുവിനെ താഴേക്ക് ഇടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0യും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. ഓക്കെ അല്ലേ? ഞാൻ റൈറ്റ് സൈഡിലൊന്ന് വരച്ചിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 25ഉം ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് -10ഉം ആണ്. പിന്നെ വസ്തു താഴേക്ക് വീണ സമയത്ത് അതിൻ്റെ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം ആണ്. പി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്. മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S1ഉം താഴെ നിന്നും മുകളിലേക്ക് എറിയുന്ന ആ വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും S2 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ S1ഉം S2ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 100 എന്ന് പറയുന്ന മീറ്റർ കിട്ടുന്നത്, ആ ഒരു ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാമല്ലോ. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് വസ്തു t സെക്കൻഡ് സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത് S = ut + ½ at². അതായത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ഒരു സമവാക്യമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ജി ആണ് കൊടുക്കുന്നത്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ut + ½ gt² എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ u എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ഇവിടെ ടി എന്ത് വരും? ടി നമ്മൾക്ക് കണ്ടുപിടിക്കണം അല്ലേ? +½ ജിയുടെ വില 10 × t². ഫസ്റ്റ് സെക്ഷനിൽ ut എന്ന് പറയുന്ന ഭാഗം 0 ആയിട്ട് പോകും. +½ at² എന്നുള്ളതിൽ ഹാഫ് 10ൽ 2 5 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 5t² എന്ന് പറഞ്ഞ് കിട്ടും. S1 = 5t² ഞാൻ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സ്റ്റോൺ അപ്വേർഡ്. നമ്മൾ S2 കണ്ടുപിടിക്കാൻ പോകണം. ഇവിടെ U1 എന്ന് പറയുന്നത് 25ഉം ജി എന്ന് പറയുന്നത് -10 ആണ്. നമ്മുടെ ഇക്വേഷൻ വന്നത് S2 = u1t + ½ gt². ഇതിൽ യുവിന് നമ്മൾ 25 കൊടുക്കാണ്, ടി നമുക്കറിയില്ല. അപ്പോൾ ടി അതുപോലെ തന്നെ എഴുതി. +½ ജി എന്ന് പറയുന്നത് -10 × t² അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ S2 = 10ൽ 2 5 പ്രാവശ്യം പോകും അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ 25t + -5t² എന്ന് വരും. അപ്പോൾ ഇതിനെ ഞാൻ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം S1 കണ്ടുപിടിച്ചു, ഇപ്പോൾ S2 കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യാണ്. അത് 1 + 2 S1 + S2 100 ആണെന്ന് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 100 കൊടുത്തു. ഇനി നമ്മുടെ S1 എന്ന് പറയുന്നത് 5t² ആണ്. പ്ലസ് S2 നമുക്ക് കിട്ടിയേക്കുന്നത് 25t - 5t² ആണ്. ഇനി ഇതിൽ റൈറ്റ് സൈഡിൽ 5t² - 5t² വരും.
പ്ലസും മൈനസും വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ വരുന്നത് 100 = 25t ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും t = 100/25 4 സെക്കൻഡാണ് നമുക്ക് കിട്ടുന്ന സമയം. അപ്പോൾ ഈ രണ്ട് കല്ലുകളും തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അറ്റ് വിച്ച് ദേ കൊളൈഡ്. അതായത് തറയിൽ നിന്നും എത്ര ഉയരത്തിൽ വെച്ചായിരിക്കും ഇവ കൂട്ടിമുട്ടുന്നതെന്ന്. ഇക്വേഷൻ എഴുതാം. S1 = ut + ½ gt². u എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, അതുകൊണ്ട് ut എന്ന് പറയുന്ന ഭാഗം 0 ആയിട്ട് വരും. പ്ലസ് ഹാഫ് ഇൻറ്റു ജി എന്ന് പറയുന്നത് 10 ഇൻറ്റു ടി നമ്മൾ കണ്ടുപിടിച്ചു 4 ആണെന്ന് അല്ലേ. അപ്പോൾ t² എന്ന് പറയുമ്പോൾ 4 × 4, അതായത് 4ൽ 2 പ്രാവശ്യം, അതായത് 10 × 2 × 4 എന്ന് പറയുമ്പോൾ 80 മീറ്റർ ആയിരിക്കും നമുക്ക് S1 കിട്ടുന്നത്. നമ്മൾ S1 + S2 എന്ന് പറയുന്നത് 100 മീറ്റർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലപ്പോൾ S1 നമുക്ക് കിട്ടി 80 എന്ന് കിട്ടി, പ്ലസ് S2 = 100. അപ്പോൾ S2 = 100 - 80 = 20 മീറ്റർ. അപ്പോൾ ദേ കൊളൈഡ് 20 മീറ്റർ എബവ് ദി ഗ്രൗണ്ട്. സി ക്വസ്റ്റ്യൻ നോക്കാം. വുഡ് ദ ആൻസേഴ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ എബോവ് കേസ് ചേഞ്ച് ഇഫ് ദിസ് ആക്ടിവിറ്റി വാസ് ക്യാരിഡ് ഔട്ട് ഓൺ ദ മൂൺ? ജസ്റ്റിഫൈ. നമ്മൾ ഈ ചെയ്ത ഒരു പ്രവർത്തനം ചന്ദ്രനിൽ വെച്ചാണ് നടത്തിയതെങ്കിൽ ലഭിച്ച ഉത്തരങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്ന്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ എന്തൊക്കെയാണോ ചെയ്തത് അത് മുഴുവനും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലും ചെയ്യണം. ഇവിടെ ആകെ കൂടെ മാറ്റം വരുന്നത് ജിയുടെ വാല്യൂവിൽ മാത്രമാണ്. ഇവിടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.62 ആണ്. എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരാണെന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ നിങ്ങൾക്ക് എന്തായാലും തരും, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ S1 കണ്ടുപിടിക്കാൻ പോണ്. ഇക്വേഷൻ ut + ½ gt². ഇവിടെ u എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ut എന്ന് പറയുന്നതിൽ അത് 0 വരും. പ്ലസ് ½ ഇൻറ്റു ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.62 ഇൻറ്റു t². നമുക്ക് S1 = 0.81 t² എന്ന് കിട്ടും. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ മുകളിലേക്ക് എറിയുമ്പോഴത്തെ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോണ്. S = ut + ½ gt². u എന്ന് പറയുന്നത് 25ഉം ജി എന്ന് പറയുന്നത് -1.62 ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ കേസിലും അങ്ങനെ തന്നെ എടുത്തത്. ജി എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് എടുത്തു മുകളിലേക്ക് എറിയുമ്പോൾ. അപ്പോൾ ഇവിടെ S2 = 25t + ½ ഇൻറ്റു -1.62 ഇൻറ്റു t². അതായത് -1.62ൽ 2 0.81 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് S2 = 25t + -0.81 t². ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. S1 + S2 = 0.81 t² + 25t - 0.81 t² എന്ന് കിട്ടും. S1 + S2 എന്ന് പറയുന്നത് 100 = 0.81 t² -0.81 t² ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി അവിടെ വരുന്നത് 25t ആയിരിക്കും. അപ്പോൾ t = 100/25 = 4 സെക്കൻഡ് കിട്ടും. അപ്പോൾ നമുക്ക് ടൈം കിട്ടി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് S2 = ut + ½ gt² നമ്മൾ ഇക്വേഷൻ എടുത്തു. അതായത് ടിയുടെ വാല്യൂ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഇക്വേഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ u എന്ന് പറയുന്നത് 25 ഇൻറ്റു ടി എന്ന് പറയുന്നത് 4 പ്ലസ് ½ ഇൻറ്റു ജി എന്ന് പറയുന്നത് -1.62 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 25 × 4 എന്ന് പറയുന്നത് 100 കിട്ടും. 1.62ൽ 2 0.81 പ്രാവശ്യം പോകും. ബാക്കി അത് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് -12.96. ഇനി നമുക്ക് 100ൽ നിന്നും -12.96 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാനറിയാലോ, ഞാൻ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ ഒന്ന് ചെയ്യാട്ടോ. അതായത് നമുക്ക് പോയിന്റ് സ്ഥാനങ്ങൾ എല്ലാം ഒരേപോലെ വരണം, എന്നിട്ട് വേണം നമുക്കതിൽ നിന്ന് മൈനസ് ചെയ്യാൻ. ഇവിടെ 12.96 ആണ് അല്ലേ. അപ്പോൾ 100 കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വേറെ സ്ഥാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 100 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടിട്ട് 2 0 ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ താഴെ 12.96 എഴുതിയേക്കണത്. മൈനസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മൾ 1ൽ നിന്നും കടം കൊടുക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്നത് 10 ആണ്. 10ൽ നിന്നും 6 പോകുമ്പോൾ 4, പിന്നെ 9ൽ നിന്ന് 9 കുറയ്ക്കുക. അങ്ങനെ ചെയ്തിട്ടാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. 87.04 കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി, അങ്ങനെ വിചാരിക്കണ്ടാവില്ലേ.
ഇല്ല. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? വലുതിൻ്റെ ചിഹ്നം കൊടുക്കാം. വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കാം കേട്ടോ. അപ്പോൾ 87.04 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ദേ കൊളൈഡ് 87.04 മീറ്റർ എബവ് ദ സർഫസ് ഓഫ് ദി മൂൺ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ദ ലൂണർ സർഫസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1.6 ദാറ്റ് ഓഫ് ദി എർത്ത്. ഇവിടെ പറയുന്നത് ചന്ദ്രൻ്റെ സർഫസിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ജിയുടെ വാല്യൂവിൻ്റെ 1/6 ഭാഗം മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 കിലോഗ്രാം ഓൺ ദി എർത്ത്? ഭൂമിയിൽ 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് ടേക്കൺ ടു ദ സർഫസ് ഓഫ് ദ മൂൺ വാട്ട് വിൽ ബി ഇറ്റ്സ് മാസ് ആൻഡ് വെയിറ്റ്? അപ്പോൾ ഈ ഒരു വസ്തുവിനെ ചന്ദ്രൻ്റെ സർഫസിലേക്ക് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസും വെയിറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വെയിറ്റ് ഓൺ ദ എർത്ത് ഈസ് ഈക്വൽ ടു മാസ് 10 ഇൻറ്റു ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 98 ന്യൂട്ടൺ ആയിരിക്കും. ബി നോക്കാം. ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ മാസ് 10 കിലോഗ്രാം തന്നെയാണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.62. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 1.62. നമ്മൾ പോയിൻ്റ് സ്ഥാനമൊന്നും ഇല്ലാണ്ട് ഗുണിക്കുന്ന സമയത്ത് 1620 കിട്ടും. അതിനുശേഷം ആൻസറിൽ 2 സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടാം. അതായത് 16.2 ന്യൂട്ടൺ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 16.2 എന്ന് പറഞ്ഞാൽ മതി. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്ജക്ട്സ് വിത്ത് എ ലാർജർ മാസ് ആർ അട്രാക്റ്റഡ് ബൈ ദ എർത്ത് മോർ സ്ട്രോങ്ലി ദാൻ ദ ഒബ്ജക്ട്സ് വിത്ത് എ smaller mass. So, if an object with a larger mass and an object with a smaller mass are allowed to fall from the same height, which one will reach the ground first? Justify the answer. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാസ് കൂടിയ വസ്തുക്കളെയാണ് ഭൂമി ഏറ്റവും ശക്തമായ രീതിയിൽ ആകർഷിക്കുന്നതെന്ന്. അതായത് മാസ് കുറഞ്ഞ വസ്തുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വസ്തുക്കളെയും ഒരുമിച്ച് ഒരു ഹൈറ്റിൽ നിന്നും സെയിം ഹൈറ്റിൽ നിന്നും താഴേക്ക് വീഴാൻ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആദ്യം എത്തുകയാണ്? ഇതിൻ്റെ ആൻസർ ബോത്ത് ഓബ്ജക്ട്സ് റീച്ച് ദ ഗ്രൗണ്ട് അറ്റ് ദി സെയിം ടൈം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം ഫോർ ഓൾ ഒബ്ജക്ട്സ്. അതായത് രണ്ട് വസ്തുക്കളും ഒരേ സമയം ഭൂമിയിലെത്തും. കാരണം ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും സെയിം ആണ്. അതുകൊണ്ട് രണ്ടും ഒരേ സമയത്തായിരിക്കും താഴെ എത്തുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. മാസ് എന്ന് പറയുന്നത് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പൊസസ്ഡ് ബൈ എ ബോഡി. വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ആ ഒരു അളവിനെ പറയുന്നതാണ് മാസ് എന്ന്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന അട്രാക്റ്റഡ് ഫോഴ്സാണ് ആ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. വെയിറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി മാസ് എന്ന് പറയുന്നതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വെയിറ്റിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ പ്ലേസസ്. ഏത് പ്ലേസിൽ ചെന്നാലും മാസിനൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ വെയിറ്റ് ആണെന്നുണ്ടെങ്കിലോ വെയിറ്റ് ഓഫ് ദ ബോഡി ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. വെയിറ്റ് ചേഞ്ച് ചെയ്യും. ഇനി അടുത്ത പോയിന്റ്. മാസ് ഓഫ് എ ബോഡി ഈസ് നെവർ സീറോ. മാസ് ഒരിക്കലും സീറോ ആവില്ല. വെയിറ്റ് ഓഫ് ദ ബോഡി ബിക്കംസ് സീറോ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് സീറോ ആയിട്ട് മാറും. ഇനി അടുത്ത പോയിന്റ്. മാസ് ഈസ് മെഷേർഡ് ബൈ എ കോമൺ ബാലൻസ്. നമുക്ക് മാസ് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. വെയിറ്റ് ആണെന്നുണ്ടെങ്കിലോ മെഷേർഡ് ബൈ സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The mass of the stone and a hydrogen-filled balloon are equal. If both are placed on the same ground, will the force of attraction exerted by the earth on them be the same? Justify the answer. ഇതിൻ്റെ ആൻസർ വരുന്നത് യെസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരേ മാസമുള്ള കല്ലും ഹൈഡ്രജൻ നിറച്ച ബലൂണും ഒരേ തറയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആ ഒരു ആകർഷണ ബലം തുല്യമായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം യെസ്, ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഫോഴ്സ് അതിൻ്റെ മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സെയിം ആണല്ലോ. ഹിയർ ബോത്ത് ഒബ്ജക്ട്സ് ബലൂൺ ആൻഡ് സ്റ്റോൺ ഹാവ് ഈക്വൽ മാസ്. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് സെയിം ഫോർ ബോത്ത്. രണ്ടിൻ്റെയും മാസ് തുല്യമായതുകൊണ്ട് അതിനുമേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തുല്യമായിരിക്കും. ഇതോടുകൂടി ഞാൻ ഫസ്റ്റ് പാർട്ടോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം.